മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 20 വരെയുള്ള വചനം. ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള, ബാക്കി പറഞ്ഞേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു, ക്രിസ്തുവാകുന്നു. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉടനെ പറഞ്ഞു, പത്രോസേ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാറ പോലത്തെ വിശ്വാസം. എന്താണ് വിശ്വാസം? ഈശോയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വ്യക്തതയോടെ പഠിപ്പിക്കുക. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ അപ്പസ്തോലൻ്റെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം, ഏറ്റവും വലിയ ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് മാർഗം എന്ന് വ്യക്തമായിട്ട് പറയാം. എന്നിട്ട് പറയാം, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈശോ പറഞ്ഞേ, ഉത്തരം ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞ വാക്കാ, വേറെ ആരും പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമില്ല, വേറെ ആരും പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞു. അത് യോഹന്നാൻ കേട്ടു, യോഹന്നാൻ അത് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ വേണം. അത് ഈ ഒരു വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, സത്യവിശ്വാസം, അത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ. നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ ഓടി വരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ആ കർത്താവ് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകും. കാരണം അവനകത്ത് വെള്ളം ചേർത്ത് വിശ്വാസം പറ്റത്തില്ല. ഉറച്ച വിശ്വാസം, യേശുവാണ് രക്ഷകൻ, യേശുവിലെ രക്ഷ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഉറപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ കർത്താവിന്റെ കരം കാണാൻ പറ്റിയാലോ, കർത്താവിന്റെ കരം കാണാൻ പറ്റിയാലോ, ദൈവകരം കാണുമെങ്കിൽ വിശ്വാസം കറക്റ്റായിരിക്കണം. വിശ്വാസത്തിൽ അല്പം പോലും മാറാൻ പാടില്ല. അതാണ് റോമാലേഖനം 10:8-9 വചനം പറയുന്നുണ്ട്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസാ പറഞ്ഞത്. പൗലോസ്ലീഹ സാധാരണ ആളല്ല, അപ്പസ്തോലനാ, ദൈവത്തെ കണ്ടവനാ, ഉത്തിനെ കണ്ടവനാ, അനുഭവിച്ചവനാ, അരൂപി നിറഞ്ഞ വ്യക്തി പറയാ, യേശു കർത്താവാണെന്ന്, യേശുവാണ് എൻ്റെ ദൈവമെന്ന് ഹൃദയത്തിൽ അധരം കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നീ രക്ഷപ്പെടും. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, സാത്താന്റെ അരൂപികള് ആളുകൾ നിറങ്ങി ഓടുന്നത് കണ്ടിട്ടുണ്ട്. വേറെ ഒരു നാമം പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആരുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ പേര് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നത് പറയുമ്പോൾ കാണാം, ഈ അന്ധകാര ശക്തി ഇവനെ വിട്ട് ഇറങ്ങിപ്പോന്ന് കണ്ടിട്ടുണ്ട്. ഇറങ്ങിപ്പോന്ന് കണ്ടു വെച്ചാൽ ആ നാമത്തോട് വിശ്വസ്തത കാണിക്കണം മക്കള്, വിശ്വസ്തത കാണിക്കണം. ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ കുഴപ്പം എന്താ അറിയാമോ? പഴയ നിയമത്തില് രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന 3-4 രാജാക്കന്മാരുണ്ട്. അതിലെ ഒരു രാജാവാണ് മനാസെ എന്ന രാജാവ്. അതിലെ മറ്റൊരു രാജാവാണ് ഹെസ്സക്കിയ എന്ന രാജാവ്. ഹെസ്സക്കിയെ കുറിച്ച് അച്ഛൻ പറയാം. ഹെസ്സക്കിയ ഇസ്രായേലിനെ ഭരിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിലെ അതിശ്രേഷ്ഠനായ കൃപ നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ ഒരു രാജാവാണ് ഹെസ്സക്കിയ. ഹെസ്സക്കിയ തൻ്റെ രാജഭരണം കിട്ടിയപ്പോൾ, തൻ്റെ കസേര കിട്ടിക്കഴിഞ്ഞപ്പോൾ, പദവി കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ ജീവിതം, തൻ്റെ ഭരണം, രാജ്യത്തെ ഭരിക്കുന്ന ജീവിതം ആരംഭിക്കുക. അദ്ദേഹം ഭരണം തുടങ്ങുമ്പോൾ അദ്ദേഹം ആളുകളോട് പറയുന്നുണ്ട്, ദൈവ മോശയിലൂടെ കിട്ടിയ പ്രമാണങ്ങൾ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ. മോശയിലൂടെ ദൈവം തന്ന വചനത്തിൽ നിന്ന് അണുവീട് വ്യതിചലിക്കുന്ന ആരും ഈ ദേശത്ത് ഉണ്ടാകാൻ പാടില്ല. മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, നാൾനോട്ടങ്ങൾ, സമയനോട്ടങ്ങൾ പാടില്ല. എല്ലാം എടുത്ത് കളയാൻ പറഞ്ഞു. എല്ലാ പൂജാഗിരികൾ നശിപ്പിക്കാൻ പറഞ്ഞു. തിന്മയുടെ എല്ലാം മേഖലകൾ എടുത്ത് കളയാൻ പറഞ്ഞു. മൃഗീയമായ മനുഷ്യ കുരുതി പോലും നടക്കുന്ന കാലഘട്ടമായിരുന്നത്. ആ മനുഷ്യൻ എല്ലാം നിർത്താൻ പറഞ്ഞു, മുഴുവനും പുറത്താക്കി. അങ്ങനെ ദേശം വിശുദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, യഹോവയ്ക്ക് സത്യദൈവത്തിന് ആരാധന കൊടുത്തു. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഹെസ്സക്കിയ എന്ന രാജാവ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ആൾ ഓടി നടക്കില്ല, ആൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരിക്കൽ അസീറിയക്കാര് വലിയൊരു സൈന്യമായിട്ട് വന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരിക. ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം വന്നിട്ട് ഇസ്രായേൽ ദേശം ചുറ്റും അവർ ഉപരോധം ഏർപ്പെടുത്തും. ചുറ്റും സൈന്യം വളഞ്ഞു നിൽക്കും. പക്ഷേ ഈ ഹെസ്സക്കിയ രാജാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വായിക്കണം, ഇത് കഥപുസ്തകമല്ല, ബൈബിള് കഥപുസ്തകമല്ല, ഹിസ്റ്റോറിക്കൽ ബുക്ക് കൂടിയാണ്. ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നതാണ്, ലോക ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ്, റോമൻ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ് ഈ ബൈബിൾ ചരിത്രം. അത് വ്യക്തതയോടെ പഠിക്കണം നമ്മൾ. ആ കാലഘട്ടത്തിൽ
ഇസ്രായേൽ ജനത്തിന് ചുറ്റും ഈ പറഞ്ഞ ശത്രുക്കൾ വന്ന് പാളയമടിക്കുമ്പോൾ ഒരിക്കൽ പോലും ഹെസക്കിയ രാജാവിൻ്റെ കാലഘട്ടത്ത് ശത്രു സൈന്യം ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. അത് ചരിത്രകാരന്മാരെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ പോലും കാലുകുത്തിയിട്ടില്ല. അതിന് കാരണം പറയുന്നത് ഏകദൈവ വിശ്വാസിയാണ്, സത്യദൈവത്തെ മാത്രം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു മഹാരാജാവ്, അതായത് ഹെസക്കിയ എന്ന രാജാവ് അവർക്കുണ്ടായിരുന്നു. ഒറ്റ കാരണത്താലാണ് അവർ സുരക്ഷിതരായിരുന്നെന്നാണ് ചരിത്രം പഠിപ്പിക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഒരിക്കൽ അസീറിയക്കാർ വന്നിട്ട് 10 ലക്ഷക്കണക്കിന് സൈന്യം വന്നിട്ട് ഇസ്രായേൽ ദേശത്തിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി. അവർ പാളയമടിച്ചിരിക്കുക. എന്നിട്ട് ഒരു ദിവസം ഭീഷണി കത്ത് എഴുതിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഒരു ദൂതൻ്റെ കൊടുത്തു വിട്ടു. നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സാധനം കിട്ടി. രാജാവിനോട് പറയാ, നീ വിളിക്കും ഏത് ദൈവത്തെ ആശ്രയിക്കുന്നു ആ ദൈവത്തെ നീ എന്തേറെ വേണം വിളിച്ചോ. പക്ഷേ ഒരു കാര്യമില്ല, നാളെ പ്രഭാതമാകുമ്പോൾ ഞങ്ങൾ നിന്റെ രാജ്യം കൈവശപ്പെടുത്തിയിരിക്കും, നിന്റെ രാജ്യം ഞങ്ങളുടേതായിരിക്കും, യഹൂദ ജനത മുഴുവനും ഞങ്ങളുടെ അടിമകളാക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ ഭീഷണി കത്ത് കൊടുക്കുമ്പോൾ ഈ ഭീഷണി കത്തുമായിട്ട് ഈ ഹെസക്കിയ രാജാവ് ഓടുന്നത് മറ്റു സ്ഥലങ്ങളിലേക്കല്ല. അവൻ ഓടുന്ന സമ്മേളനം കൂടാനോ മന്ത്രിമാരെയോ ആളുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ദേ ശത്രുക്കൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, എന്ത് ചെയ്യണം, പടയാളികളെ ഒരുമിച്ച് കൂട്ടുക, സൈന്യത്തെ എല്ലാം നിരത്തുക, അതൊന്നുമല്ല ചെയ്ത് ഈ ഭീഷണി കത്തിയുമായിട്ട് ഈ മനുഷ്യൻ ഓടുന്നത് ദേവാലയത്തിലേക്ക്. ദേവാലയത്തിൻ്റെ അകത്തുള്ള ബലിപീഠത്തിൻ്റെ ചുവട്ടിപ്പോയി മനുഷ്യനിരിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇത് ദൈവത്തോട്, ദൈവമേ ശത്രുക്കൾ വന്നിട്ട് ഇത് ചെയ്യുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മോശയിലൂടെ നൽകിയ ആ പ്രമാണങ്ങൾ അനുസരിച്ച് മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ, നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം തന്നെ ഒരു ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിൻ്റെ ഒരു കോപ്പി എടുക്ക്, ഈ ഭീഷണി കത്തിൻ്റെ ഒരു കോപ്പി അവൻ എഴുതി. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് അങ്ങ് ദൂരെയുള്ള ആമോസിന്റെ പുത്രനായ യെശയ്യായ്ക്ക് കൊണ്ട് കൊടുക്ക്. യെശയ്യാ പ്രവാചകനോട് പറ, ശത്രുക്കൾ വന്ന് നിൽക്കുക, ഒരു ഭീഷണിപ്പെടുത്തുക, ഞാനിനി എന്തു ചെയ്യണം, എനിക്കിനി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വിളിക്കുക. അപ്പോൾ ഈ ഭീഷണി കത്തിൻ്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് പ്രവാചകനായ യെശയ്യായുടെ അടുക്കലേക്ക് ദൂതൻ ചെന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പ്രവാചകൻ വായിച്ചിട്ട് പറഞ്ഞു, തിരിച്ചൊരു മറുപടി കൊടുത്തിട്ട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞേരെ, ഒന്നും പേടിക്കേണ്ട, പ്രൈസ് ദി ലോർഡ്, നീ വിളിക്കും നിന്റെ ഉള്ളില് വേറെ ദൈവങ്ങളില്ലാത്തത് കൊണ്ട്, നിന്റെ ഉള്ളില് സത്യദൈവം മാത്രമേ ഉള്ളതുകൊണ്ട് നാളെ പ്രഭാതമാകുമ്പോൾ നിന്റെ ശത്രുക്കള് ഈ ദേശത്ത് കാണിയല്ല, അവരുടെ പാളയങ്ങള് നാമാവശേഷമായി തീരും, തകർന്നു പോകുന്നത് നീ കണ്ടിരിക്കും, ദൈവമാണ് എന്നോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു കൊടുക്കുക. അപ്പോൾ രാത്രി മുഴുവൻ ജാഗരണം നടത്തുന്ന ഹെസക്കിയ എന്ന രാജാവ്, ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, പ്രഭാതമാകുമ്പോൾ അറിയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. പിറ്റേ ദിവസം എന്തോ അനർത്ഥം, എന്തോ അപകടങ്ങൾ ഈ ശത്രു സൈന്യത്തിൻ്റെ പാളയത്തിൽ സംഭവിക്കുകയും അതിന് ഫലമായിട്ട് അവർ മുഴുവനും ഭയപ്പെട്ട് ഓടുകയും എങ്ങനെ സംഭവിച്ചു ചരിത്രം പറഞ്ഞത്, ആ ജനത പിന്നെ ഒരിക്കലും അവിടേക്ക് വന്നിട്ടില്ല. ഹെസക്കിയ എന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നാളുകളായിരുന്നത്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കാരണം അവൻ്റെ ഉള്ളിൽ കള്ളത്തരമില്ല, സത്യദൈവത്തെ മാത്രം വിളിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് 2 വള്ളത്തെ ചവിട്ടരുത്. 2 വള്ളത്തെ ചവിട്ടിയാൽ ഈശോ എന്ന നാമത്തിന് ശക്തിയില്ല, ആ ശക്തി നീ അനുഭവിക്കില്ല. ഉള്ളില് വിശ്വാസം കറക്റ്റ് ആകണം, സ്ട്രൈറ്റ് ഫോർവേഡ് ആകണം. തല പോകട്ടുന്നേ, സത്യത്തിന് വേണ്ടിയല്ല മരിക്കുന്നത്, നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചവന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ. അല്ല പിന്നെ എന്ത് വിശ്വാസം നമുക്കുള്ളത്? നമ്മുടെ വിശ്വാസം അത് ഏറ്റുപറയുന്നതിൽ ആരെയാണ് പേടിക്കുന്നത്? പൗലോസ് പറയുന്ന പോലെ ഞാൻ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കുന്നില്ല, സുവിശേഷത്തെ പ്രതി സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന് പറയുന്ന പൗലോസ് ശ്ലീഹായെ നമുക്ക് മാതൃകയായിട്ട് എടുക്കണം. ഹെസക്കിയ രാജാവിന് ശേഷം വരുന്നവനാണ് മനാസെ എന്ന രാജാവ്. മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാം ഓർമ്മിക്കുന്നവൻ, എല്ലാം സ്മരിക്കുന്നവൻ, എല്ലാം ഓർമ്മിച്ചു എന്ന് വെച്ചാൽ ദൈവത്തെ ഓർക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥങ്ങളൊന്ന്. ദൈവത്തെ അനുസ്മരിക്കുന്ന, ആ ദൈവകൽപ്പന മറക്കാതെ സൂക്ഷിക്കുന്നവൻ പ്രാവർത്തികമാകും. പക്ഷേ ഇവൻ രാജാവായിട്ട് സ്ഥാനമേറ്റു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ സ്വഭാവം മാറി.
അവൻ എന്താ ചെയ്തറിയാവോ? ഉള്ള പൈശാചിക ആരാധന മുഴുവനും നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാം, അതായത് ഹെസക്കിയ എല്ലാം എടുത്തു മാറ്റിയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നു. മന്ത്രവാദികളെ കൂടോത്രക്കാരെല്ലാം കൊണ്ടുവന്നു. എല്ലാ പൂജാഗിരികളും നിർമ്മിച്ചു. അതിൽ ഒരെണ്ണമായിട്ട് സത്യദൈവത്തിൻ്റെ ബലിപീഠവുമാക്കി. അങ്ങനെ എല്ലാം ലെവൽ ചെയ്യുക. എല്ലാം ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്ന, അവൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ കാലഘട്ടത്തിൽ രാജ്യത്ത് കലാപങ്ങൾ വർദ്ധിച്ചു, രാജ്യത്തിൽ കൂട്ടക്കുരുതികൾ നടക്കുന്നു, ജനങ്ങൾ തമ്മിൽ ഭിന്നത കൂടി, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ കൂടി, ആകെ അസ്വസ്ഥത നിറയുക. എന്ത് കാണിച്ചിട്ട് ഒരു തീരുമാനമില്ല. പ്രവാചകന്മാർ ഇവനോട് വഴക്ക് പറയുമ്പോൾ, ഇവനോട് തിരുത്താൻ പറയുമ്പോൾ അവന് എതിര് പറയും. ബുദ്ധി കൊണ്ട് അവന് എല്ലാ പ്രവാചകന്മാരെ അറുത്തു മുറിക്കാൻ തുടങ്ങി, ബുദ്ധി കൊണ്ട് അറക്കാൻ തുടങ്ങി, അവൻ്റെതായ ബോധ്യങ്ങൾ പറഞ്ഞു. പക്ഷേ പറയുന്നത്, അവൻ്റെ കാലഘട്ടം ഇസ്രായേൽ ജനം തകർച്ചയിലേക്ക് പോയി. ഈ ശത്രുക്കൾ ഒരിക്കൽ നാട് വിട്ടുപോയ, ദേശം വിട്ടുപോയ അസീറിയക്കാർ, ഈജിപ്ഷ്യൻസ് ഒക്കെ തിരിച്ച് വീണ്ടും വന്നു. ഇസ്രായേൽ കയറിയിട്ട് തകർച്ചകൾ വായിക്കണം, ചരിത്രം പഠിക്കാൻ കാണാൻ പറ്റും. ഇവർ കൃഷിയൊക്കെ ഇറക്കിക്കഴിഞ്ഞ് നല്ല ഫലങ്ങളൊക്കെ കൊയ്യാറാകുമ്പോഴേക്കും ശത്രുക്കൾ വന്നിട്ട് കയറും, ആക്രമിച്ചിട്ട് ഇവരുടെ ഫലങ്ങൾ, കൃഷിയിടങ്ങളെ ഫലങ്ങളൊക്കെ കൊണ്ടും. അതൊക്കെ ഇന്ന് പൈശാചിക ബാധയൊക്കെ ഇതെല്ലാം കുടുംബങ്ങളോട് കയറിയില്ലേ? എത്ര കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേലൊക്കെ തകർന്നില്ലേ? കുടുംബ ബന്ധങ്ങൾ തകരുന്നില്ലേ? മക്കളും മാതാപിതാക്കളും സ്നേഹമൊക്കെ തകരുന്നില്ലേ? പ്രാർത്ഥന ജീവിതമൊക്കെ തകരുന്നില്ലേ? എത്ര ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നില്ലേ? എന്താ കാരണം അറിയാവോ? വിശ്വാസം കറക്റ്റല്ല. വെറുതെ ഭംഗിക്ക് വേണ്ടി പറയും യേശു യേശു, അല്ലാണ്ട് ഉള്ളിലൊന്നും ഇല്ലത്. ഇത് ഉള്ളിലൊന്നും വിശ്വ പറഞ്ഞല്ലേ, അതരം കൊണ്ട് അവർ ദൈവത്തെ ഏറ്റുപറഞ്ഞു. പക്ഷെ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെ, അകലെ. അതരം കൊണ്ടല്ല ഏറ്റുപറയും, പക്ഷെ ഹൃദയം ദൂരെ, ഉള്ളിൽ. തോമാശ്ലീഹായിലൂടെ തോമാശ ഏറ്റുപറഞ്ഞ അങ്ങാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റുപറയുമ്പോൾ അഭിഷേകം കിട്ടുക. ആ ഏറ്റുപറയുമ്പോൾ തന്നെ അനുഗ്രഹം കിട്ടിയിരിക്കും. സ്വരമടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അത് അംഗീകരിക്കുക. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, വേറൊന്നിനും വേണ്ടിയല്ല. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് കാണാൻ പറ്റും ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്ന മറ്റു സംഭവമാണ്. അതായത് പലതവണ യഹൂദർ, റോമാക്കാർ ഇവരെയൊക്കെ അപ്പസ്തോലന്മാരെ ബന്ധിച്ച് ജയിലിൽ അടയ്ക്കുന്ന സംഭവമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വചനമുണ്ട്. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്ന തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളെ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹ വാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ച് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. സ്ഥലമൂർത്തി പറഞ്ഞു ഹല്ലേലൂയാ. എന്താ പ്രിയപ്പെട്ട മക്കൾ, ഈ പത്രോസിനെ ആര് പൂട്ടിയാലും ആ പുറത്തിറങ്ങുക. ദൈവം വന്ന് പുറത്തിറങ്ങുക, യേശു വന്ന് പുറത്തിറങ്ങുക. കാരണം എന്താ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, യോനാടെ പുത്രനായ ശിമയോനേ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, യോനാടെ പുത്രനായ ശിമയോനേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് പറയും, കരയുന്നുണ്ട്. കാരണം അത്രമാത്രം ഈ പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു. യേശു മാത്രം കർത്താവ് നെറ്റി പറഞ്ഞു, യേശുവാണ് ദൈവം നെറ്റി പറഞ്ഞു. അങ്ങനെയുള്ളവനെ ആർക്കും പൂട്ടാൻ പറ്റിയല്ല, ആർക്കും ചങ്ങലയിട്ട് ബന്ധിക്കാൻ പറ്റിയല്ല, ഒരു പിശാചിനും പൂട്ടാൻ പറ്റിയല്ല. പക്ഷേ ഈ വിശ്വാസം ഇല്ലാത്തവനെ ഏത് പിശാചിനും പൂട്ടാം, ഏത് മന്ത്രവാദിക്കും പൂട്ടാം, ഏത് ദുർമന്ത്രവാദത്തിനും പൂട്ടാം. ഈ ഒരു വിശ്വാസമുള്ളവനെ ആർക്കും പൂട്ടാൻ പറ്റിയല്ല. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 12 മുതൽ 15 വരെ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവർ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീതിയിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവർ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയാണ് അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെ രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കാര്യം പറഞ്ഞ ഹല്ലേലൂയ.
ഇവിടെ പത്രോസിൻ്റെ വസ്ത്രത്തിൻ്റെ നിഴലടി, പത്രോസ് നടന്നവൻ നിഴൽ കിട്ടിയാൽ മതി, പത്രോസിൻ്റെ വസ്ത്രത്തിൻ്റെ സ്പർശനം കിട്ടിയാൽ മതി. ഇത് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക, ആയിരക്കണക്കിന് നിൽക്കുക, രോഗികൾ നിൽക്കുക, അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുക, അഭിഷേകം കിട്ടുക. കാരണം പത്രോസിൽ ഒറ്റ വിശ്വാസമുള്ളൂ. പത്രോസിന് ഒരാളെ മാത്രമേ വിശ്വസിക്കുന്നു. പത്രോസ് ബാക്കി ഒന്നുമില്ല, പത്രോസിൻ്റെ ഉള്ളിൽ വേറൊന്നുമില്ല. പത്രോസ് ഉള്ളിനുള്ളിൽ ഈശോയെ മാത്രം സ്നേഹിക്കുന്നു, ഈശോയെ മാത്രം സ്നേഹിക്കുന്നു, ഈശോയുടെ ആത്മബന്ധം പുലർത്തുന്നു. ഒറ്റ ഒരു വിശ്വാസം, ഒരു മാമോദിസ ഏറ്റു പറയുന്ന വ്യക്തി, ഈശോ മിശിഹ മാത്രം ഏറ്റു പറയുന്ന വ്യക്തി, അണുവിടം മാറാത്ത വ്യക്തി, ഉറച്ച വിശ്വാസം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ആ വിശ്വാസം മാത്രം ഏറ്റു പറയുന്ന വ്യക്തി, അങ്ങനെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ള വ്യക്തി, ആ വ്യക്തിയുടെ കൂടെയാണ് ഈ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ആ വ്യക്തിയിലാണ് അഭിഷേകം നൽകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പറ്റിയത്, നമ്മൾ ഭൂരിപക്ഷം അനേക മക്കളും അനന്യാസ് സഫീറായും പോലെയാണ്. പക്ഷേ വളരെ ചുരുക്കം ആളുകളാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാനെയും പോലെ ഉള്ളിൽ കറകളഞ്ഞ എന്ത് പ്രതിസന്ധി. ചിലപ്പോൾ ഈശോയെ മാത്രം ഏറ്റു പറയുമ്പോൾ ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടാകും, ചില അപകടങ്ങൾ വരും, അനർത്ഥം വരും. നാളെ ജീവൻ ഉണ്ടാകണമെന്ന് പോലുമില്ല, നാളെ നമുക്ക് പ്രഭാതം കാണാൻ പറ്റണമെന്ന് പോലുമില്ല. സത്യം ഏറ്റു പറയുമ്പോൾ അത് അങ്ങനെ ഏറ്റു പറയണം. അത് നമ്മൾ ഇവരെ പോലെ ആയിത്തീരുക. എപ്പോഴും സഭ പറയുന്ന കാര്യം എന്താ? സഭ എല്ലായിടത്തും വിളിച്ചു പറയുന്നുണ്ടല്ലോ, ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് പോകണമെന്ന്. ആദിമസഭയുടെ ചൈതന്യം എന്താ? ആദിമസഭയുടെ വിശ്വാസത്തിലേക്ക് പോകണമെന്നല്ലേ സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിമസഭയുടെ ചൈതന്യം, വിശ്വാസം, അതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. ആദിമസഭയുടെ കൂട്ടായ്മ ആ ശക്തിയിലേക്കല്ല പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഫെയ്ത്തോട്ട് വരുമ്പോൾ ക്രിസ്തു അനുഭവം, ഇതേ കർത്താവിൻ്റെ വലിയ കുറിപ്പ്. ഞാൻ ഇത് 20ാമത്തെ വർഷമാണ് എൻ്റെ ശുശ്രൂഷ ജീവിതം. 20 വർഷം ഞാൻ എൻ്റെ ജന്മം മുതൽ ഇന്ന് വരെ ഈശോ സത്യസന്ധമായിട്ട് പറയുക, ഈ എൻ്റെ അനേകം വർഷങ്ങൾ ഒരിക്കൽ പോലും കർത്താവിൻ്റെ ഈ വചനത്തിന് വിരുദ്ധമായിട്ട് കർത്താവിനെ അനുവദിച്ചിട്ടില്ല. അത് കൃപയാണ് ഞാൻ കരുതുന്നു. അത് കൃപ കൊണ്ട് ഒരിക്കൽ പോലും എൻ്റെ വിശ്വാസ മേഖല ദൈവം എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ ഇടയായിട്ടില്ല. എല്ലാ തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകൾ ഫ്രണ്ട്സുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസത്തെ ഞാൻ ആണുവീട് ഇന്ന് വരെ മാറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് വന്നാൽ മാറ്റുകയില്ല. ജീവൻ പോയാലും അവസാനം വരെ ചെയ്യണമെന്ന് എൻ്റെ പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും പറ്റില്ല. അത് കർത്താവ് കൃപ തരണം. കൃപ തരുന്നുകൊണ്ട് ഇന്ന് വരെ എത്തി. നാളെയും കർത്താവ് കൃപ തരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഒരു കരുണ, അനന്തമായ കരുണ കൊണ്ട് രക്ഷിക്കു തീർന്നുകൊണ്ട് അപ്പോൾ രോഗികളുടെ കൈകൾ വെക്കുമ്പോൾ എല്ലാ മക്കളും ഇത് ഉള്ളിലുള്ള വിശ്വാസം ധാരിക്കണം. 10 കൽപ്പനകളനുസരിച്ച് ജീവിക്കണം, വചനാധിഷ്ഠിതം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അടുത്ത് കർത്താവ് വരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് 6ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അനേക വൈദികർ, അനേക സന്യസ്തർ, അനേക ക്രൈസ്തവർ, അവരുടെ കരങ്ങളും അത്ഭുതങ്ങളും അടയാള രോഗശാന്തി ഉണ്ടായിരുന്നു. അവരിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആദിമസഭയിലെ ഈ പത്രോസിനെയും യാക്കോബിനെയും തോമസിനോടൊക്കെ ശിഷ്യന്മാർ വെറും സാധാരണ കുടുംബജീവൻ നയിക്കുന്ന ആളുകൾ പോലും അവരുടെ വീടുകളിൽ ദൈവജനം ഒരുമിച്ച് കൂടുമായിരുന്നു. അവരിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകുമായിരുന്നു, അവരുടെ അനുഗ്രഹം ഉണ്ടാകുമായിരുന്നു. കാരണം അവരിലൊക്കെ ഒറ്റ വിശ്വാസമുള്ളൂ. റോമൻ ഭരണകൂടം തലയെടുക്കുമെന്ന് പറയുമ്പോഴും അവര് ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് ഏറ്റുപറയുന്നതിന് യാതൊരു ഭയമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തെ സധൈര്യം ഏറ്റെടുക്കാനുള്ള കൃപാവരം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയണം. പരിശുദ്ധാത്മാവ് നിറയാതെ യേശു കർത്താവാണെന്ന് ഏറ്റുപറയാനായിട്ട് സാധ്യമല്ലെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ പറയുന്നത്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും ഏറ്റുപറയാനാവില്ല എന്നാണ് പറയുന്നത്. അഭിഷേകത്തിൻ്റെ ശക്തി കൂടുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് വലിയ കൃപ ഈ ദിവസം കിട്ടട്ടെ. ഇന്ന് ഈശോയുടെ നാമം ഏറ്റുപറയുന്ന എല്ലാ ഹൃദയങ്ങൾക്കും, എല്ലാ ജീവിതങ്ങൾക്കും കർത്താവിൻ്റെ സ്പർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 34:18-19. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ദൈവമേ, അസംഖ്യം സഹനങ്ങളും തകർച്ചകളും പീഡനങ്ങളും അനുഭവിക്കുന്ന കർത്താവ്, അങ്ങനെ ആശ്രയിക്കുന്നു. നമ്മുടെ വേദനകൾ അങ്ങയോടല്ലാതെ മറ്റവരോടാണ് നിങ്ങൾ പറയുന്നത്. മനമുരുകി പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബന്ധിക്കുന്ന യേശുനാമത്തിൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും കുടുംബത്തിലുള്ള കെട്ടഴിയട്ടെ. സാത്താന്റെ കെട്ടഴിഞ്ഞു പോട്ടെ. പൈശാചിക ബന്ധനം അഴിയട്ടെ. യേശുനാമത്തിൽ ബന്ധിച്ച് ഉപേക്ഷിക്കരുത്. കുടുംബങ്ങളിൽ സമാധാനം പറയട്ടെ. പരിശുദ്ധാത്മാവേ നിറയണം. ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ നിന്ന് ഓരോ മകന്റെയും മകളുടെ ജീവിതത്തിലേക്ക് കൃപയായിട്ട് ഇറങ്ങിച്ചെന്നത്, സൗഖ്യമായിട്ട് കടന്നത്, ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ, വിവാഹത്തെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ.
വിശുദ്ധരായ മാതാപിതാക്കളെ വിശുദ്ധിയിലേക്ക് എല്ലാ മാതാപിതാക്കളെ ഉയർത്തണം. വിശുദ്ധിയിലേക്ക് വരാനുള്ള, വിശ്വാസത്തിലേക്ക് വരാനുള്ള വരം എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും നൽകണം. എല്ലാ മക്കളും അദൃശ്യനായ അങ്ങയെ കണ്ട് അനുഭവിക്കാൻ ഇടപെടുത്തണം. തടസ്സം അടിക്കട്ടെ. ഈ മക്കളുടെ കുടുംബങ്ങൾ തകർക്കുന്ന സാത്താന്റെ അരുവികൾ കൽപ്പിക്കുന്നത് നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട്. നാമത്തെ ബന്ധിച്ച് പുറത്താക്കുന്നു. കെട്ടഴിഞ്ഞു പോകട്ടെ. തടസ്സം അടിക്കട്ടെ. സാത്താന്റെ കെട്ടഴിഞ്ഞു പോകട്ടെ. ചങ്ങലകൾ പെട്ടു പോകട്ടെ. രോഗങ്ങളെ ബന്ധിക്കുന്ന നാമത്തിന്. സാത്താന്റെ ശക്തികൾ ബന്ധിക്കുന്നു. പാപശക്തികൾ ബന്ധിക്കുന്നു. തടസ്സങ്ങളെ ബന്ധിക്കുന്നു. അസ്വസ്ഥതകളെ ബന്ധിക്കുന്നു. എല്ലാം ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. കർത്താവിനെ ആരാധിക്കുക. ഈ സമയത്ത് പക്ഷെ കിട്ടുന്നു. പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. യേശുവേ, നിൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. വ്യാപരിക്കുന്നു, കൃപയൊഴുകുന്നു. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. അനുഗ്രഹം വ്യാപരിക്കട്ടെ. എല്ലാ മക്കൾക്ക് കിട്ടട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ശക്തി, ശക്തി, പവർ, പവർ, പവർ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. കർത്താവേ, ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, അനുഗ്രഹങ്ങൾക്കുമേൽ അനുഗ്രഹം വ്യാപിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകം നിറയട്ടെ എല്ലാ മക്കളുടെ മേലും. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ലോകം മുഴുവന്റെ മേലും കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. അഭിഷേകത്തിന് മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പവർ, പവർ anointing, അഭിഷേകം വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മുഴുവൻ നീങ്ങി. കോടിക്കണക്കിന്